الله أكبر ولله الحمد. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ശവ്വാൽ 1 സത്യവിശ്വാസികളായ ആളുകൾ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തറിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഏറെ സൽക്കർമ്മങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പൈശാചിക പ്രേരണകളോട് നമ്മൾ സമരം പ്രഖ്യാപിച്ചു. ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു. റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു. പക്ഷേ നാം നേടിയ മൂല്യബോധങ്ങൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. നാം നേടിയ ആത്മബോധവും ആത്മീയ ശക്തിയും നിലനിർത്തേണ്ടതുണ്ട്. സാമൂഹിക ബോധവും നിശ്ചയദാർഢ്യവും നാം നേടിയെടുത്തിട്ടുണ്ട്. ഈമാനിന്റെ ശക്തിയും അല്ലാഹുവുമായുള്ള ബന്ധവും അതിന്റെ മാധുര്യവും നാം അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെയും തവക്കുലിന്റെയും ഉന്നത പദവിയിലെത്താൻ നാം പരിശ്രമിച്ചിട്ടുണ്ട്. റമദാനിൽ നേടിയെടുത്ത ഈ നേട്ടങ്ങളെല്ലാം റമദാനിന് ശേഷവും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ റമദാനിന് ശേഷം ഒരു ചരട് പൊട്ടിയ മാല പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും ആകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് കഴിഞ്ഞു, ഇനി എന്തുമാകാം എന്നുള്ള വിചാരത്തിൽ തെറ്റുകളിലേക്ക് ഊർന്നിറങ്ങൽ ഒരു വിശ്വാസിക്ക് യോജ്യമല്ല. റമദാനിൽ പള്ളികൾ സജീവമായിരുന്നു, ജനനിബിഡമായിരുന്നു. റമദാനിന് ശേഷം എല്ലാം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നാം ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജാഹിലിയ കാലത്ത് മദീനയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് പണി നൂറ്റ് നെയ്തെടുക്കലും അങ്ങനെ അത് നൂറ്റുണ്ടാക്കി നല്ല ആര് കണ്ടു കഴിഞ്ഞാലും വാങ്ങിച്ചു പോകാൻ മാത്രമുള്ള കൗതുകരമായ തരത്തിൽ അത് നെയ്തെടുത്തു കഴിയും. അതിന്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നീട് അവൾ തന്നെ അതിന്റെ പിരികളെല്ലാം ഉടച്ചു കളയും. അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരു സ്ത്രീ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിലൂടെ ആ കാര്യം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. പിരിമുറുക്കി ഉറപ്പുണ്ടാക്കിയതിനു ശേഷം തന്റെ നൂലുകളെ, അതിന്റെ പിരികൾ മുഴുവൻ ഉടച്ചു കളയുന്നവളെ ഒരുവനെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. ഈ ഒരു ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ അത്യാവശ്യം നല്ല നിലയിൽ ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി ഏത് നിലയിലാണ് തന്റെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് ജീവിതം കൊണ്ട് ഊട്ടിയെടുത്തവരാണ് ഞാനും നിങ്ങളും. സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ ദൃഢവിശ്വാസവും അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിനെ ഊട്ടിയുറപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഈ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അതിന് മുഴുവൻ നഷ്ടപ്പാത്തിലാകുന്ന തരത്തിലുള്ള ഇനി എന്തുമാകാം, ഇനി ആരെയും പേടിക്കണ്ടല്ലോ, തോന്നിയ പോലെ സംസാരിക്കാം, പ്രവർത്തിക്കാം എന്നൊക്കെയുള്ള നിലയിൽ ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പെരുന്നാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷമാണ്. ആഘോഷം ആരംഭിക്കുന്നത് ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതലാണ്. ആ കണ്ടത് മുതൽ നമ്മുടെ നാവുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വചനമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും അത്യുന്നതനായ നാഥനെ സംബന്ധിച്ച് വാഴ്ത്തുന്ന
വാക്കുകൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറുകൾ ഒരു താരാട്ട് പാട്ടല്ല, മറിച്ചൊരു വിശ്വാസത്തിന്റെ, ഒരു വിശ്വാസിയുടെ ആദർശ പ്രഖ്യാപനമാണ്. തന്റെ ജീവിതത്തിൽ തനിക്കുള്ള എല്ലാറ്റിനേക്കാളും വലുത് തന്റെ റബ്ബാണെന്ന് കൃത്യമായി ജീവിതം കൊണ്ട് വരച്ച് കാണിക്കുകയും അത് തന്റെ നാവുകളിലൂടെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മന്ത്രധ്വനികളാണ് തക്ബീറുകൾ. കഴിഞ്ഞ ഒരു മാസക്കാലമായി ആ ഒരു പ്രഖ്യാപനത്തിനനുസരിച്ചാണ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിനനുസരിച്ചാണ് എന്റെ ജീവിതം ഉണ്ടായിരുന്നത്. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. ആ ഒരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന നമ്രൂദിനും അതേപോലെ തന്നെ പിശാചിനെ ആരാധിക്കുന്ന തന്റെ പിതാവിന്റെയും മുമ്പിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചത്. ഫറോവ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മൂസാ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു കലിമത്ത് തൗഹീദാണ്. എനിക്കെല്ലാറ്റിനും വലുത് എന്റെ റബ്ബാണ്, നിന്റെ അധികാരമോ അല്ലെങ്കിൽ നിന്റെ സ്വാധീനമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുഖത്ത് നോക്കി പറയാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അബൂജഹലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഖ്യാപനവും ഈ ആദർശ പ്രഖ്യാപനമാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഒരു മാസക്കാലമായി അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ കൃത്യമായി പുലർത്തിയിരുന്ന സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ കരുത്ത് പകരേണ്ടുന്ന ആ ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ്. ഇത് അനുസരിച്ചാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലേണ്ടത്. ഇന്ന് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറെ അപകടകരമായതുള്ളത് വർഗീയതയും അതുപോലെ തന്നെ വംശീയതയുമാണ്. ആളുകൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുകയും അങ്ങനെ പരസ്പരം കൊന്നൊടുക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങൾ തങ്ങളുടെ അധികാരങ്ങൾക്ക് വേണ്ടി ചോരച്ചാലുകൾ തീർക്കുകയും തലയോടുകൾക്ക് മുകളിലായിക്കൊണ്ട് തങ്ങളുടെ സാമ്രാജ്യം, അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ ആഘോഷിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപക്കറ ബാക്കിയുണ്ടെങ്കിൽ കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും ഒക്കെ ശുദ്ധീകരിക്കുകയായിരുന്നു. ഇനിയും എന്തെങ്കിലും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന ഫിത്ർ സക്കാത്തിലൂടെ അതിന് കൂടെ പരിഹാരം കാണുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത്. സഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായി പാവങ്ങളെ സഹായിക്കുകയാണ് നമ്മൾ ഫിത്ർ സക്കാത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശേഷിയുള്ള ആളുകൾ നമ്മോട് പറയുകയാണ്, അവരുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയും, എന്റെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം നിങ്ങൾ അതിനർഹപ്പെട്ടവരായ ആളുകളേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയെ അത് ഏൽപ്പിച്ചത്. ആ നിലയിൽ അവർ പറയുന്നു, ഹറാമായ ഒന്നും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സ്വസ്ഥിതിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ വിഹിതം എനിക്ക് വേണ്ട, മറിച്ച് അത് നിങ്ങൾ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു വിശാലമായ മനസ്സിന്റെ ഉടമകളായി നാം മാറിക്കഴിഞ്ഞു. സഹോദരങ്ങളെ, പെരുന്നാൾ എന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായും നന്ദി കാണിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ പെരുന്നാൾ സുദിനം എന്നുള്ളത്. അഥവാ നമുക്കുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനുള്ള അതിനുള്ള സന്ദർഭമാണ് പെരുന്നാൾ സുദിനം. പെരുന്നാൾ ആഘോഷമാണ്. എന്നാൽ ചില ആളുകൾ വിചാരിക്കുന്നത് ആഘോഷം എന്നാൽ അത് മദ്യവും ലഹരിയും അതുപോലെ തന്നെ ആഭാസ നൃത്തങ്ങളും കൂകിവിളിയും പടക്കം പൊട്ടിക്കലും ഒക്കെയാണ് എന്നുള്ള തരത്തിലാണ് ചില ആളുകളുടെ ജീവിതം. ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു മാസക്കാലം അവരുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ആ ഒരു റമദാനിന്റെ നോമ്പിന്റെ ആനന്ദം, ആ ഒരു വിശ്വാസികളുടെ ആ ഒരു ആഹ്ലാദത്തിന് മുമ്പിൽ അവർ സത്യത്തിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പൊ പെരുന്നാളായി, ഇനി തങ്ങളുടെ തോന്നിയ പോലെ അന്യമതസ്ഥരുടെ
ആഘോഷങ്ങളും വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ഒരു തരം നെറികെട്ട സ്വഭാവം ചില ആളുകൾ കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് ഇത്തരക്കാരുടെ കൈകൾക്ക് പിടിക്കണം നിങ്ങൾ. വൽതകും മിൻകും ഉമ്മതൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ അന്യായമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ, ഇസ്ലാമിന് നിരക്കാത്ത പെരുമാറ്റങ്ങൾ ആരിലെങ്കിലും കണ്ടാൽ നിങ്ങൾ അവരെ തടയണം. തടയുന്നൊരു ജനവിഭാഗം നിങ്ങളിൽ നിന്ന് ഉള്ളിടത്തോളം കാലം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഒരു വിഭാഗം നിങ്ങൾ ഉണ്ടാകണം. ആ ആളുകളാണ് വിജയികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈദ്ഗാഹുകൾ അത് കുടുംബ സംഗമ വേദി കൂടെയാണ്. നമ്മുടെ ബന്ധങ്ങളുണ്ട്. കുടുംബങ്ങളിൽപ്പെട്ട പല ആളുകളും ഈദ്ഗാഹുകളിൽ സംഗമിക്കാറുണ്ട്. അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും പരസ്പരം തെറ്റിയവരോടുണ്ടെങ്കിൽ അവരോട് ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും വീടുകളിലേക്ക് ക്ഷണിക്കുകയും അവരുടെ വീടുകളിലേക്ക് ചെല്ലുകയും സമ്മാനങ്ങൾ നൽകുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൾ ഒന്നുകൂടെ വിശാലമാക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് കുടുംബ ബന്ധം ചേർക്കാനാണ്. അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം മുറിച്ചവൻ നന്നാക്കാത്തവൻ തന്റെ റമദാൻ കൊണ്ടൊന്നും നേടാത്തവനാണ്. ആ റമദാൻ കൊണ്ട് അവനൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അവൻ അല്ലാഹുവിന്റെ കാരുണ്യമില്ല, പാപപരിഹാരമില്ല, പാപമോക്ഷമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. ഈ ഭൗതികമായ സുഖമല്ല നമുക്ക് വലുത്, മറിച്ച് അല്ലാഹുവിന്റെ പാരത്രികമായ സ്വർഗീയ ലോകമാണ്. ഇവിടെ കേവലം 60-70 വർഷങ്ങൾ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. എന്നാൽ കോടാനുകോടി വർഷങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ അവസരം നൽകുന്ന സ്വർഗീയ ലോകം, ആ സ്വർഗമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുലഭമായ ഒരു നല്ല അവസരമാണ് പെരുന്നാൾ എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണം. നമ്മുടെ മക്കൾ നമ്മുടെ കരളിന്റെ കൃഷ്ണങ്ങളാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളാണ്. നമ്മൾ അവർക്ക് മാതൃകയാവണം. ഉപ്പാന്റെ പെരുമാറ്റമാണ് മക്കളിൽ സ്വാധീനം ഉണ്ടാക്കുക. സ്നേഹത്തോടെ സംസാരിക്കുക, അവർക്ക് നിങ്ങൾ കാരുണ്യം ചൊരിയുക. അതുപോലെ തന്നെ വലിയവരായ ആളുകളോട്, മുതിർന്നവരായ നമ്മുടെ മാതാപിതാക്കളോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ നമ്മൾ മെനക്കെടണം. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുഖിർ കബീറനാ. മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. എന്ന് വെച്ചാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽപ്പെട്ടവനല്ല, മുസ്ലിമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. അവരെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി വളർത്തണം. അത് നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തമാണ്. കാരണം ഓരോ മനുഷ്യന്റെയും മേൽ അല്ലാഹു ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം, അതിലെന്ത് വീഴ്ചയാണ് നമ്മിൽ വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവരെ അധാർമികതയിലേക്കും അക്രമങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പോകുന്ന തരത്തിൽ നിങ്ങൾ കൈയഴിച്ച് വിടരുത്. വേണ്ടുന്ന തർബീയത്ത് നൽകിക്കൊണ്ട് അവരുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. അവർ പോലും അറിയാതെ അവരെ നശിപ്പിക്കാൻ പ്രത്തക്കം പാതിരിക്കുന്ന പൈശാചിക സ്വഭാവമുള്ള ആളുകളിൽ നിന്ന് അവരെ നിങ്ങൾ വിട്ടു നൽകിക്കൊണ്ട് നിങ്ങൾ ഉറക്കം തൂങ്ങികളാവരുത്. ഒരിക്കലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ നാശത്തിന് കാരണക്കാർ നിങ്ങളാകരുത്. അതുപോലെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹമുള്ള യുവാക്കളെ, നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ഈ നാടിന്റെ ജീവനാഡിയാണ്. നിങ്ങളുടെ കരുത്താണ് ഈ നാടിന്റെ അഭിമാനം. നിങ്ങളുടെ ബുദ്ധിയാണ് ഈ നാടിന്റെ വികാസം. നിങ്ങളുടെ ആരോഗ്യവും കരുത്തുമെല്ലാം ഈ നാടിന് ആവശ്യമുണ്ട്. അത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. നിങ്ങൾ പഠിച്ച് ഉന്നത തലങ്ങളിലേക്ക് എത്തണം. എല്ലാവിധ ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങളും ഒക്കെ നിങ്ങൾ നേടണം. ഈ നാടിന് IAS-ഉം IPS-ഉം അതുപോലെ തന്നെ എല്ലാ നിലയുമുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടാവണം. ആ പഠനങ്ങളൊക്കെ നിങ്ങൾ ഉന്നത തലങ്ങളിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ വെക്കുമ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം, ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. കാരണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാതാപിതാക്കളുടെ വിയർപ്പാണ്. നിങ്ങൾക്കുള്ള സമ്പത്ത് അവരുടെ അധ്വാനമാണ്. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ കരങ്ങൾ ഒരിക്കലും
സ്വന്തം മാതാപിതാക്കളുടെ കഴുത്തിന് നേരെ കത്തി നീക്കുന്ന ഒരു തരത്തിൽ ഒരിക്കലും യുവാക്കളെ ആയിപ്പോകരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളുടെ കരുത്ത് ഈ സമ്പത്ത് ഈ നാടിനും അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ രാജ്യത്തിന്റെ ഉന്നത തലങ്ങളിൽ നിങ്ങളുടെ സേവനങ്ങൾ അത്യാവശ്യമാണ്. എല്ലാ നിലയിലും ഔന്നത്യമുള്ള എന്റെ മകൻ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവനാണെന്ന് അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മാതാപിതാക്കൾ പറയുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ എന്റെ യുവാക്കളോട് എല്ലാ നിലയിലും സ്നേഹത്തോടെ പറയുവാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള തീർത്താൽ തീരാത്ത ബാധ്യതകൾ അതൊരിക്കലും വിസ്മരിച്ചു പോകരുത്. അവരോടുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, അവരോടുള്ള ഉത്തരവാദിത്വം, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ പുരോഗമനങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിന് വിഘാതമാക്കുന്ന തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നവരായിട്ടുള്ള ആരാണെങ്കിലും ശരി, അവരിൽ നിന്ന് വിട്ടുപോകുവാനുള്ള ചിന്തയും ബുദ്ധിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ മതത്തിലാണ്. അവന്റെ സ്വഭാവം എന്താണോ, ആ പെരുമാറ്റം എന്താണോ, അത് നമ്മിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ യുവാക്കളെ നിങ്ങൾ തയ്യാറാകണം. അതിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഉമ്മയും ഒരേ സമയം ഭാര്യയും സഹോദരിയും ഉമ്മയും അമ്മായിയുമ്മയും മകളുമൊക്കെ ആയി തീരാൻ കഴിയുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നിലയിലാണ് നിങ്ങളുടെ ബുദ്ധിയും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷമയും എടുത്തു പറയേണ്ടതാണ്. ഭർത്താവിന്റെയും വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ നടുവിൽ നിങ്ങളൊരു കുടുംബം വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്ക് റബ്ബ് നൽകിയ വലിയൊരു നിഅമത്താണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളും പെരുമാറാൻ. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് വലിയ കടമകളുണ്ട്. അവരെ മാന്യമായി വളർത്തേണ്ടത് ഉത്തരവാദിത്വം സ്ത്രീകളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമ കൊണ്ടും സഹകരണം കൊണ്ടും പരസ്പരം നസീഹത്തോടുകൂടി നമ്മൾ പരസ്പരം ഉപദേശിക്കണം. ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുടെ ചെറിയ മക്കളെ എന്ന് വെച്ചാൽ യുവതികളായ ആളുകളെ, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. കേവലം പഠനം മാത്രമല്ല, മറിച്ചൊരു കുടുംബ ജീവിതം ഇസ്ലാം വലിയ പ്രാധാന്യപൂർവ്വമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വൈവാഹിക തലങ്ങളിലേക്കുള്ള നിങ്ങളുടെ വരവ് ഒരു സമൂഹത്തിന്റെ വളർച്ചയാണ്, ഒരു പുതിയ തലമുറ കെട്ടിപ്പടുക്കാനുള്ള മാർഗമാണ്. ഞാൻ പഠിച്ചവളാണ്, എനിക്ക് ഞാൻ മാത്രം മതി, ഒരു വിവാഹം എനിക്ക് വേണ്ട എന്നൊക്കെ ചില അഹങ്കാരത്തോടു കൂടി പറയുന്ന ചില സഹോദരിമാരുണ്ട്. അവർ മനസ്സിലാക്കണം, ഒരു 19 വയസ്സായി കഴിഞ്ഞാൽ വീട്ടിനും വീട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധങ്ങൾക്കും ഒക്കെ തട്ടിത്തടവായിക്കൊണ്ട് മാറി നിൽക്കേണ്ടുന്ന, എല്ലാവരുടെയും ചവിട്ടിയിറക്കലിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായം വരാനുണ്ട്. ആ സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകും, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അവന്റെ അല്ലെങ്കിൽ അവളുടെ കൊത്തുവാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്റെ പഠനം, എന്റെ ജോലി, എന്റെ കഴിവ്, അത് മതി എനിക്ക്, എന്നെ ആരും ഭരിക്കാൻ വരണ്ട. അങ്ങനെയൊക്കെ പറയുന്ന ചില സഹോദരിമാരുണ്ട്. അവരുടെ വിവരക്കേടാണത്. അത് പിന്നീട് ഖേദത്തിന്റെ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന് നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. പെരുന്നാൾ പരസ്പരമുള്ള നസീഹത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മകുടോദാഹരണമാണ്. അല്ലാതെ ആഭാസത്തരങ്ങളല്ല. പരസ്പരം സ്നേഹിക്കുവാനും സാഹോദര്യം പങ്കിടുവാനും നമ്മൾ ഓരോരുത്തരും മെനക്കെടണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. ആ തരത്തിലുള്ള ഒരവസ്ഥയാവട്ടെ നമ്മുടെ ഈ പെരുന്നാൾ. പരസ്പരം ആശംസകൾ കൈമാറുക. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ അനുഷ്ഠിച്ചിരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുവനുമുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സ്, ആ ഒരു സ്നേഹം നമ്മൾ പങ്കിടണം. പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട്, കുടുംബങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ പുലർത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കൂടിച്ചേരുന്നതും കേട്ടതും പറഞ്ഞതുമെല്ലാം സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മൾ ചെയ്ത നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ.
കുടുംബങ്ങളോടുള്ള അകൽച്ചയും അതുപോലെ തന്നെ വൈരാഗ്യവും എല്ലാം വിട്ടൊഴിഞ്ഞ ഒരു നല്ല മനസ്സിനുള്ള മകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവോടുള്ള ബാധ്യതകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് അർഹമുർ റഹീമിനായ നാഥൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരായ ആളുകൾക്ക് സന്തോഷവും സമാധാനവും ക്ഷമയും അർഹമുർ റഹീമിനായ നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു ചെറിയൊരു മൊമെന്റോ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഈ മൊമെന്റോ വിതരണം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നിൽക്കുകയും ഒരു പ്രതിജ്ഞ, അതായത് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരും സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് കൈകൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന പദങ്ങൾ ഏറ്റുപറയുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. തറാവീഹിന് നമ്മുടെ പള്ളിയിൽ എല്ലാവരുടെയും ആവേശമായി 1-2 ദിവസങ്ങളിൽ തറാവീഹ് നമസ്കാരം നിർവഹിച്ച 2 യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അതിനുള്ളൊരു സന്തോഷത്തോടെയുള്ള ഒരു മൊമെന്റോ നൽകുകയാണ്. അതിനുവേണ്ടി തൻവീർ മുഹമ്മദിനെ ക്ഷണിക്കുന്നു നൽകാൻ വേണ്ടി. സലാമാക്ക ഫോട്ടോ എടുക്കാം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ശവ്വാൽ 1 സത്യവിശ്വാസികളായ ആളുകൾ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തറിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഏറെ സൽക്കർമ്മങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പൈശാചിക പ്രേരണകളോട് നമ്മൾ സമരം പ്രഖ്യാപിച്ചു. ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു. റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു. പക്ഷേ നാം നേടിയ മൂല്യബോധങ്ങൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. നാം നേടിയ ആത്മബോധവും ആത്മീയ ശക്തിയും നിലനിർത്തേണ്ടതുണ്ട്. സാമൂഹിക ബോധവും നിശ്ചയദാർഢ്യവും നാം നേടിയെടുത്തിട്ടുണ്ട്. ഈമാനിന്റെ ശക്തിയും അല്ലാഹുവുമായുള്ള ബന്ധവും അതിന്റെ മാധുര്യവും നാം അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെയും തവക്കുലിന്റെയും ഉന്നത പദവിയിലെത്താൻ നാം പരിശ്രമിച്ചിട്ടുണ്ട്. റമദാനിൽ നേടിയെടുത്ത ഈ നേട്ടങ്ങളെല്ലാം റമദാനിന് ശേഷവും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ റമദാനിന് ശേഷം ഒരു ചരട് പൊട്ടിയ മാല പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും ആകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് കഴിഞ്ഞു, ഇനി എന്തുമാകാം എന്നുള്ള വിചാരത്തിൽ തെറ്റുകളിലേക്ക് ഊർന്നിറങ്ങൽ ഒരു വിശ്വാസിക്ക് യോജ്യമല്ല. റമദാനിൽ പള്ളികൾ സജീവമായിരുന്നു, ജനനിബിഡമായിരുന്നു. റമദാനിന് ശേഷം എല്ലാം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നാം ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജാഹിലിയ കാലത്ത് മദീനയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് പണി നൂറ്റ് നെയ്തെടുക്കലും അങ്ങനെ അത് നൂറ്റുണ്ടാക്കി നല്ല
ആര് കണ്ടു കഴിഞ്ഞാലും വാങ്ങിച്ചു പോകാൻ മാത്രമുള്ള കൗതുകരമായ തരത്തിൽ അത് നെയ്തെടുത്തു കഴിയും. അതിന്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നീട് അവൾ തന്നെ അതിന്റെ പിരികളെല്ലാം ഉടച്ചു കളയും. അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരു സ്ത്രീ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിലൂടെ ആ കാര്യം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. പിരിമുറുക്കി ഉറപ്പുണ്ടാക്കിയതിനു ശേഷം തന്റെ നൂലുകളെ, അതിന്റെ പിരികൾ മുഴുവൻ ഉടച്ചു കളയുന്നവളെ ഒരുവനെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. ഈ ഒരു ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ അത്യാവശ്യം നല്ല നിലയിൽ ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി ഏത് നിലയിലാണ് തന്റെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് ജീവിതം കൊണ്ട് ഊട്ടിയെടുത്തവരാണ് ഞാനും നിങ്ങളും. സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ ദൃഢവിശ്വാസവും അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിനെ ഊട്ടിയുറപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഈ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അതിന് മുഴുവൻ നഷ്ടപ്പാത്തിലാകുന്ന തരത്തിലുള്ള ഇനി എന്തുമാകാം, ഇനി ആരെയും പേടിക്കണ്ടല്ലോ, തോന്നിയ പോലെ സംസാരിക്കാം, പ്രവർത്തിക്കാം എന്നൊക്കെയുള്ള നിലയിൽ ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പെരുന്നാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷമാണ്. ആഘോഷം ആരംഭിക്കുന്നത് ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതലാണ്. ആ കണ്ടത് മുതൽ നമ്മുടെ നാവുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വചനമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും അത്യുന്നതനായ നാഥനെ സംബന്ധിച്ച് വാഴ്ത്തുന്ന വാക്കുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറുകൾ ഒരു താരാട്ട് പാട്ടല്ല, മറിച്ചൊരു വിശ്വാസത്തിന്റെ, ഒരു വിശ്വാസിയുടെ ആദർശ പ്രഖ്യാപനമാണ്. തന്റെ ജീവിതത്തിൽ തനിക്കുള്ള എല്ലാറ്റിനേക്കാളും വലുത് തന്റെ റബ്ബാണെന്ന് കൃത്യമായി ജീവിതം കൊണ്ട് വരച്ച് കാണിക്കുകയും അത് തന്റെ നാവുകളിലൂടെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മന്ത്രധ്വനികളാണ് തക്ബീറുകൾ. കഴിഞ്ഞ ഒരു മാസക്കാലമായി ആ ഒരു പ്രഖ്യാപനത്തിനനുസരിച്ചാണ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിനനുസരിച്ചാണ് എന്റെ ജീവിതം ഉണ്ടായിരുന്നത്. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. ആ ഒരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന നമ്രൂദിനും അതേപോലെ തന്നെ പിശാചിനെ ആരാധിക്കുന്ന തന്റെ പിതാവിന്റെയും മുമ്പിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചത്. ഫറോവ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു കലിമത്ത് തൗഹീദാണ്. എനിക്കെല്ലാറ്റിനും വലുത് എന്റെ റബ്ബാണ്, നിന്റെ അധികാരമോ അല്ലെങ്കിൽ നിന്റെ സ്വാധീനമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് മൂസ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുഖത്ത് നോക്കി പറയാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അബൂജഹലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഖ്യാപനവും ഈ ആദർശ പ്രഖ്യാപനമാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഒരു മാസക്കാലമായി അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ കൃത്യമായി പുലർത്തിയിരുന്ന സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ കരുത്ത് പകരേണ്ടുന്ന ആ ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ്. ഇത് അനുസരിച്ചാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലേണ്ടത്. ഇന്ന് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറെ അപകടകരമായതുള്ളത് വർഗീയതയും അതുപോലെ തന്നെ വംശീയതയുമാണ്. ആളുകൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുകയും അങ്ങനെ പരസ്പരം കൊന്നൊടുക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങൾ തങ്ങളുടെ അധികാരങ്ങൾക്ക് വേണ്ടി ചോരച്ചാലുകൾ തീർക്കുകയും തലയോടുകൾക്ക് മുകളിലായിക്കൊണ്ട് തങ്ങളുടെ സാമ്രാജ്യം, അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ ആഘോഷിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപക്കറ ബാക്കിയുണ്ടെങ്കിൽ കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും ഒക്കെ ശുദ്ധീകരിക്കുകയായിരുന്നു.
ഇനിയും എന്തെങ്കിലും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന ഫിത്ർ സക്കാത്തിലൂടെ അതിനു കൂടെ പരിഹരിക്കുകയാണ്, പരിഹാരം കാണുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത്. സഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായി പാവങ്ങളെ സഹായിക്കുകയാണ് നമ്മൾ ഫിത്ർ സക്കാത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശേഷിയുള്ള ആളുകൾ നമ്മോട് പറയുകയാണ്, അവരുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയും, എന്റെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം നിങ്ങൾ അതിനർഹപ്പെട്ടവരായ ആളുകളേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയെ അത് ഏൽപ്പിച്ചത്. ആ നിലയിൽ അവർ പറയുന്നു, ഹറാമായ ഒന്നും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സുസ്ഥിതിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ വിഹിതം എനിക്ക് വേണ്ട, മറിച്ച് അത് നിങ്ങൾ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു വിശാലമായ മനസ്സിന്റെ ഉടമകളായി നാം മാറിക്കഴിഞ്ഞു. സഹോദരങ്ങളെ, പെരുന്നാൾ എന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായും നന്ദി കാണിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ പെരുന്നാൾ സുദിനം എന്നുള്ളത്. അഥവാ നമുക്കുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനുള്ള അതിനുള്ള സന്ദർഭമാണ് പെരുന്നാൾ സുദിനം. പെരുന്നാൾ ആഘോഷമാണ്. എന്നാൽ ചില ആളുകൾ വിചാരിക്കുന്നത് ആഘോഷം എന്നാൽ അത് മദ്യവും ലഹരിയും അതുപോലെ തന്നെ ആഭാസ നൃത്തങ്ങളും കൂകിവിളിയും പടക്കം പൊട്ടിക്കലും ഒക്കെയാണ് എന്നുള്ള തരത്തിലാണ് ചില ആളുകളുടെ ജീവിതം. ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു മാസക്കാലം അവരുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ആ ഒരു റമദാനിന്റെ നോമ്പിന്റെ ആനന്ദം, ആ ഒരു വിശ്വാസികളുടെ ആ ഒരു ആഹ്ലാദത്തിന് മുമ്പിൽ അവർ സത്യത്തിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പൊ പെരുന്നാളായി, ഇനി തങ്ങളുടെ തോന്നിയ പോലെ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളും വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ഒരു തരം നെറികെട്ട സ്വഭാവം ചില ആളുകൾ കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് ഇത്തരക്കാരുടെ കൈകൾക്ക് പിടിക്കണം നിങ്ങൾ. വൽതകും മിൻകും ഉമ്മതൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ അന്യായമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ, ഇസ്ലാമിന് നിരക്കാത്ത പെരുമാറ്റങ്ങൾ ആരിലെങ്കിലും കണ്ടാൽ നിങ്ങൾ അവരെ തടയണം. തടയുന്ന ഒരു ജനവിഭാഗം നിങ്ങളിൽ നിന്ന് ഉള്ളിടത്തോളം കാലം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഒരു വിഭാഗം നിങ്ങൾ ഉണ്ടാകണം. ആ ആളുകളാണ് വിജയികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈദ്ഗാഹുകൾ അത് കുടുംബ സംഗമ വേദി കൂടെയാണ്. നമ്മുടെ ബന്ധങ്ങളുണ്ട്. കുടുംബങ്ങളിൽപ്പെട്ട പല ആളുകളും ഈദ്ഗാഹുകളിൽ സംഗമിക്കാറുണ്ട്. അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും പരസ്പരം തെറ്റിയവരോടുണ്ടെങ്കിൽ അവരോട് ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും വീടുകളിലേക്ക് ക്ഷണിക്കുകയും അവരുടെ വീടുകളിലേക്ക് ചെല്ലുകയും സമ്മാനങ്ങൾ നൽകുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൾ ഒന്നുകൂടെ വിശാലമാക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് കുടുംബ ബന്ധം ചേർക്കാനാണ്. അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നവൻ, മുറിച്ചവൻ, നന്നാക്കാത്തവൻ തന്റെ റമദാൻ കൊണ്ടൊന്നും നേടാത്തവനാണ്. ആ റമദാൻ കൊണ്ട് അവനൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അവൻ അല്ലാഹുവിന്റെ കാരുണ്യമില്ല, പാപപരിഹാരമില്ല, പാപമോക്ഷമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. ഈ ഭൗതികമായ സുഖമല്ല നമുക്ക് വലുത്, മറിച്ച് അല്ലാഹുവിന്റെ പാരത്രികമായ സ്വർഗീയ ലോകമാണ്. ഇവിടെ കേവലം 60-70 വർഷങ്ങൾ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. എന്നാൽ കോടാനുകോടി വർഷങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ അവസരം നൽകുന്ന സ്വർഗീയ ലോകം, ആ സ്വർഗമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുലഭമായ ഒരു നല്ല അവസരമാണ് പെരുന്നാൾ എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണം. നമ്മുടെ മക്കൾ നമ്മുടെ കരളിന്റെ കൃഷ്ണങ്ങളാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളാണ്. നമ്മൾ അവർക്ക് മാതൃകയാവണം. ഉപ്പാന്റെ പെരുമാറ്റമാണ് മക്കളിൽ സ്വാധീനമുണ്ടാക്കുക. സ്നേഹത്തോടെ സംസാരിക്കുക, അവർക്ക് നിങ്ങൾ കാരുണ്യം ചൊരിയുക. അതുപോലെ തന്നെ വലിയവരായ ആളുകളോട്, മുതിർന്നവരായ നമ്മുടെ മാതാപിതാക്കളോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ നമ്മൾ മെനക്കെടണം. നമ്മുടെ കുട്ടികൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുഖിർ കബീറനാ. മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. എന്ന് വെച്ചാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽപ്പെട്ടവനല്ല, മുസ്ലിമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. അവരെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി വളർത്തണം.
അത് നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തമാണ്. കാരണം ഓരോ മനുഷ്യന്റെയും മേൽ അള്ളാഹു ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം, അതിലെന്ത് വീഴ്ചയാണ് നമ്മിൽ വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവരെ അധാർമികതയിലേക്കും അക്രമങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പോകുന്ന തരത്തിൽ നിങ്ങൾ കൈയഴിച്ച് വിടരുത്. വേണ്ടുന്ന തർബീയത്ത് നൽകിക്കൊണ്ട് അവരുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. അവർ പോലും അറിയാതെ അവരെ നശിപ്പിക്കാൻ തക്കം പാതിരിക്കുന്ന പൈശാചിക സ്വഭാവത്തിലുള്ള ആളുകളിൽ നിന്ന് അവരെ നിങ്ങൾ വിട്ടു നൽകിക്കൊണ്ട് നിങ്ങൾ ഉറക്കം തൂങ്ങികളാവരുത് ഒരിക്കലും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ നാശത്തിന് കാരണക്കാർ നിങ്ങളാകരുത്. അതുപോലെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹമുള്ള യുവാക്കളെ, നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ഈ നാടിന്റെ ജീവനാഡിയാണ്. നിങ്ങളുടെ കരുത്താണ് ഈ നാടിന്റെ അഭിമാനം. നിങ്ങളുടെ ബുദ്ധിയാണ് ഈ നാടിന്റെ വികാസം. നിങ്ങളുടെ ആരോഗ്യവും കരുത്തുമെല്ലാം ഈ നാടിന് ആവശ്യമുണ്ട്. അത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. നിങ്ങൾ പഠിച്ച് ഉന്നത തലങ്ങളിലേക്ക് എത്തണം. എല്ലാവിധ ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങളും ഒക്കെ നിങ്ങൾ നേടണം. ഈ നാടിന് IAS-ഉം IPS അതുപോലെ തന്നെ എല്ലാ നിലയുമുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടാവണം. ആ പഠനങ്ങളൊക്കെ നിങ്ങൾ ഉന്നത തലങ്ങളിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ വെക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം, ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. കാരണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാതാപിതാക്കളുടെ വിയർപ്പാണ്. നിങ്ങൾക്കുള്ള സമ്പത്ത് അവരുടെ അധ്വാനമാണ്. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ കരങ്ങൾ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളുടെ കഴുത്തിന് നേരെ കത്തി നീക്കുന്ന ഒരു തരത്തിൽ ഒരിക്കലും യുവാക്കളെ ആയിപ്പോകരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളുടെ കരുത്ത് ഈ സമ്പത്ത് ഈ നാടിനും അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ രാജ്യത്തിന്റെ ഉന്നത തലങ്ങളിൽ നിങ്ങളുടെ സേവനങ്ങൾ അത്യാവശ്യമാണ്. എല്ലാ നിലയിലും ഔന്നത്യമുള്ള എന്റെ മകൻ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവനാണെന്ന് അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മാതാപിതാക്കൾ പറയുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ എന്റെ യുവാക്കളോട് എല്ലാ നിലയിലും സ്നേഹത്തോടെ പറയുവാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള തീർത്താൽ തീരാത്ത ബാധ്യതകൾ അതൊരിക്കലും വിസ്മരിച്ചു പോകരുത്. അവരോടുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, അവരോടുള്ള ഉത്തരവാദിത്വം, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ പുരോഗമനങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിന് വിഘാതമാക്കുന്ന തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നവരായിട്ടുള്ള ആരാണെങ്കിലും ശരി, അവരിൽ നിന്ന് വിട്ടുപോകുവാനുള്ള ചിന്തയും ബുദ്ധിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ മതത്തിലാണ്. അവന്റെ സ്വഭാവം എന്താണോ, ആ പെരുമാറ്റം എന്താണോ, അത് നമ്മിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ യുവാക്കളെ നിങ്ങൾ തയ്യാറാകണം. അതിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഉമ്മയും ഒരേ സമയം ഭാര്യയും സഹോദരിയും ഉമ്മയും അമ്മായിയുമ്മയും മകളുമൊക്കെ ആയി തീരാൻ കഴിയുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ നിലയിലാണ്. നിങ്ങളുടെ ബുദ്ധിയും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷമയും എടുത്തു പറയേണ്ടതാണ്. ഭർത്താവിന്റെയും വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ നടുവിൽ നിങ്ങളൊരു കുടുംബം വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്ക് റബ്ബ് നൽകിയ വലിയൊരു നിഅമത്താണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളും പെരുമാറാൻ. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് വലിയ കടമകളുണ്ട്. അവരെ മാന്യമായി വളർത്തേണ്ടത് ഉത്തരവാദിത്വം സ്ത്രീകളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമ കൊണ്ടും സഹകരണം കൊണ്ടും പരസ്പരം നസീഹത്തോടുകൂടി നമ്മൾ പരസ്പരം ഉപദേശിക്കണം. ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുടെ ചെറിയ മക്കളെ എന്ന് വെച്ചാൽ യുവതികളായ ആളുകളെ, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. കേവലം പഠനം മാത്രമല്ല, മറിച്ചൊരു കുടുംബ ജീവിതം ഇസ്ലാം വലിയ പ്രാധാന്യപൂർവ്വമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വൈവാഹിക തലങ്ങളിലേക്കുള്ള നിങ്ങളുടെ വരവ് ഒരു സമൂഹത്തിന്റെ വളർച്ചയാണ്. ഒരു പുതിയ തലമുറ കെട്ടിപ്പടുക്കാനുള്ള മാർഗമാണ്. ഞാൻ പഠിച്ചവളാണ്, ഞാൻ മാത്രം മതി, ഒരു വിവാഹം എനിക്ക് വേണ്ട എന്നൊക്കെ ചില അഹങ്കാരത്തോടു കൂടി പറയുന്ന ചില സഹോദരിമാരുണ്ട്. അവർ മനസ്സിലാക്കണം, ഒരു 19 വയസ്സായി കഴിഞ്ഞാൽ വീട്ടിനും വീട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധങ്ങൾക്കും ഒക്കെ തട്ടിത്തടവായിക്കൊണ്ട്
മാറി നിൽക്കേണ്ടുന്ന, എല്ലാവരുടെയും ചവിട്ടിയിറക്കലിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായം വരാനുണ്ട്. ആ സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകും, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അവന്റെ അല്ലെങ്കിൽ അവളുടെ കൊത്തുവാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്റെ പഠനം, എന്റെ ജോലി, എന്റെ കഴിവ്, അത് മതി എനിക്ക്, എന്നെ ആരും ഭരിക്കാൻ വരണ്ട. അങ്ങനെയൊക്കെ പറയുന്ന ചില സഹോദരിമാരുണ്ട്. അവരുടെ വിവരക്കേടാണത്. അത് പിന്നീട് ഖേദത്തിന്റെ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന് നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. പെരുന്നാൾ പരസ്പരമുള്ള നസീഹത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മകുടോദാഹരണമാണ്. അല്ലാതെ ആഭാസത്തരങ്ങളല്ല. പരസ്പരം സ്നേഹിക്കുവാനും സാഹോദര്യം പങ്കിടുവാനും നമ്മൾ ഓരോരുത്തരും മെനക്കെടണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. ആ തരത്തിലുള്ള ഒരവസ്ഥയാവട്ടെ നമ്മുടെ ഈ പെരുന്നാൾ. പരസ്പരം ആശംസകൾ കൈമാറുക. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ അനുഷ്ഠിച്ചിരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുവനുമുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സ്, ആ ഒരു സ്നേഹം നമ്മൾ പങ്കിടണം. പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട്, കുടുംബങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ പുലർത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കൂടിച്ചേരുന്നതും കേട്ടതും പറഞ്ഞതുമെല്ലാം സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മൾ ചെയ്ത നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. കുടുംബങ്ങളോടുള്ള അകൽച്ചയും അതുപോലെ തന്നെ വൈരാഗ്യവും എല്ലാം വിട്ടൊഴിഞ്ഞ ഒരു നല്ല മനസ്സിനുടമകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അല്ലാഹുവോടുള്ള ബാധ്യതകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് അർഹമുർ റഹീമിനായ നാഥൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരായ ആളുകൾക്ക് സന്തോഷവും സമാധാനവും ക്ഷമയും അർഹമുർ റഹീമിനായ നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.